ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഈ വീഡിയോ കാണുന്നത് ഷോപ്പിങ്ങിൽ കുറേ സാധനങ്ങൾ മേടിക്കാനുണ്ട്. ബുക്കൊക്കെ കാണിക്കണമെന്നാണ് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയത്. ബട്ട് അവിടെ പോയിട്ട് ഇനി കുറേ സാധനങ്ങൾ മാത്രമേ മേടിക്കാനുണ്ട്. ജസ്റ്റ് ഒന്നും എഴുതിയിട്ടില്ല, അവരൊന്ന് മേടിക്കണമെങ്കിൽ നമുക്ക് അവിടെ പോയിട്ട്. ഓക്കെ, നമ്മളിത് അവിടെ രാമചന്ദ്രനിൽ എത്തിയിട്ടുണ്ട്. ഇനി രാമചന്ദ്രനിൽ കയറണം. ഞാൻ വന്നു കുറേ ദിവസമായിട്ടോ രാമചന്ദ്രനിൽ വന്നിട്ട്. ഒരു 2-3-5 മാസമാകും കേട്ടോ. ലാസ്റ്റ് എൻ്റെ ചേച്ചിയുടെയാണ് എൻ്റെ അമ്മ കണ്ടോളൂ, അല്ലാതെ എൻ്റെ കൂടെ വന്നിട്ടില്ല. രാമചന്ദ്രനിൽ വരാം. ഓക്കെ, അപ്പം നമ്മളിത് അകത്ത് എൻട്രൻസിലോട്ട് കയറി. ഇനി അമ്മ എന്തെങ്കിലും വയ്ക്കണമെന്ന് കാണും. ഓക്കെ, അമ്മ അവിടെ തപ്പി പിടിച്ച് നിൽക്കുക, ഏതെടുക്കണ്ടെന്നിട്ട്. നല്ല സെലക്ഷനൊന്നും അധികം ഇല്ല, ഇന്ന് കളക്ഷൻസ് ഒന്നും ഇല്ലായിരുന്നു. അമ്മ ഇതൊക്കെ വേണമെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് ഞങ്ങളിതാ കുറച്ച് അപ്പുറത്ത് കൂടെ മാറി നോക്കി. അവിടെ നോക്കിയപ്പോഴത്തേക്ക് അവിടെ എഴുതിയ കളക്ഷൻസ് ഒന്നും ഇല്ലായിരുന്നു. ഞങ്ങളിതാ അവിടെ ഇവിടെയായിട്ട് നടക്കുമായിരുന്നു, ഏതൊക്കെ എടുക്കണമെന്ന് പറഞ്ഞിട്ട്. ഞാനും കുറേ നേരം അവിടെ തപ്പി പിടിച്ച് നടന്നു, നല്ല ടോപ്പോ എന്തെങ്കിലും ഉണ്ടോയെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് നമ്മളിതാ ഇനി കുറച്ച് അപ്പുറത്തൂടെ പോയി നോക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമ്മളിതാ ഇവിടെയാണ് ലാസ്റ്റായിട്ട് വന്ന് നോക്കിയിരുന്നത്. ഇവിടെ നിന്നാണ് നമ്മൾ അമ്മയ്ക്ക് നല്ലൊരു സെലക്ഷൻ കിട്ടിയത്, നല്ലൊരു കളക്ഷനുള്ള സാധനം കിട്ടിയിരുന്നത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്ത് അത് തന്നെ വെച്ച് നോക്കിക്കൊണ്ടിരുന്നത്, ഇത് റേറ്റിന് ഇത് കൊള്ളാവോ എന്നൊക്കെ വേണ്ടി. സീസ് ഗേൾ നമ്മളായിട്ട് ചുമ്മാ മറച്ചുകൊണ്ട് നിൽക്കുകയാണ്, കാണാൻ പറ്റുന്നില്ല അവന്. ഓക്കെ, ഇവിടെ ഇനി നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ നിന്ന് നല്ലതായിരുന്നു. അങ്ങനെ നമ്മൾ അങ്ങനെ ഒരു രാമചന്ദ്രൻ സാധനം വാങ്ങിച്ചിരിക്കുന്നു. ഓക്കെ, നമ്മൾ ഇനി ഇതും കൊണ്ട് ഇനി നമുക്ക് അവിടെ ഇതിന് പോകണം കേട്ടോ. ഓക്കെ ഗൈസ്, നമ്മൾ ഹൈപ്പർ മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് നമ്മൾ ഇനി കുറേ സാധനങ്ങളൊക്കെ എടുക്കണം. അവിടെ നിന്ന് നമ്മൾ ഇനി അവിടെ ഇങ്ങോട്ട് മാറണം. കുറേ സാധനങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ അങ്ങോട്ട് പോകാം. ബൈ. ഓക്കെ, കുറേ കഴിഞ്ഞിട്ട് ഞങ്ങളിതാ ഇതൊക്കെ ട്രോളിയൊക്കെ എടുത്തിട്ട് നമ്മൾ വാങ്ങുന്നുണ്ട്. ഇങ്ങനെ അമ്മ കുറച്ച് സവാളയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യത്തിന് വില കുറവായിരുന്നു കേട്ടോ ഗൈസ്. ഞാൻ വിചാരിച്ചതൊന്നും എത്ര വിലയൊന്നും ഇല്ലായിരുന്നു, പക്ഷെ അത്യാവശ്യം വില കുറവാണ്. ഞാൻ അവിടെ തപ്പി നടക്കുമായിരുന്നു, എന്തെങ്കിലും എടുക്കണം. പിന്നെ അമ്മ സവാള കൊണ്ട് വെച്ചിട്ട് അവിടെ നിന്നപ്പോഴത്തേക്കും മെഷീൻ വർക്കാവുന്നില്ലായിരുന്നു. നമ്മൾ കിടന്ന് പാടൊക്കെ പെട്ട് ഗൈസ്, ഇനി വർക്കാവും എന്നിട്ട്. പക്ഷെ വർക്കൊന്നും ആയില്ല. പിന്നെ ഈ സെയിൽസ് ഗേൾ വന്ന് നമുക്കൊന്ന് ശരിയാക്കി തന്നു. രാമചന്ദ്രൻ പഴയതുപോലെയല്ല ഗൈസ്, മിക്കതും മാറി സൂപ്പറായിട്ടുണ്ടായിരുന്നു. അന്ന് കാണുന്നേക്കാളും ആംബിയൻസ് ഇന്ന് പൊളിയായിരുന്നു. അപ്പോൾ നമ്മളിതാ രാമചന്ദ്രൻ ഇറങ്ങി എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് പുറത്ത് വന്നിരിക്കുകയായിരുന്നു. നമുക്കിനി കഴിക്കാൻ വന്നിട്ട് നമുക്കിനി കാണാം. ഓക്കെ ഗൈസ്, നമുക്കിത് കഴിക്കാൻ വന്നിട്ട്. ഓക്കെ, ഇതാ നമുക്ക് കഴിക്കാൻ വന്നിരുന്നത്. ഞാൻ വെച്ചിരുന്നത് അവൽ മിൽക്ക് അമ്മ റോയൽ ഫലൂഡയാണ് വെച്ചിരുന്നത്. നമുക്കിത് കഴിച്ചിട്ട് കാണാം. ഓക്കെ ഗൈസ്, നമ്മൾ രാമചന്ദ്രനിൽ നിന്ന് ഇറങ്ങി. ഇനി നമുക്കിനി കുറച്ച് സ്ഥലങ്ങളിലൂടെ പോകാനുണ്ട്, കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്, പിന്നെ ഒരു വീട്ടിലും കയറാനുണ്ട്. നമ്മളിനി പോകുന്നത് കൃഷ്ണയുടെ വീട്ടിലാണ്. കൃഷ്ണയുടെ വീട്ടിൽ ഒരു കാര്യം പറയാനുണ്ട്, അമ്മയുടെ ജോലിയോട് വെച്ചിട്ട്. അപ്പോൾ ഇത് പോയിട്ട് കാണാം. ഓക്കെ, നമ്മളിത് ട്രൗസേഴ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് എൻ്റെ അനിയത്തിക്കാണ് വേണ്ടി വാങ്ങിച്ചിരുന്നത്. ഓക്കെ ഗൈസ്, ട്രൗസർ വാങ്ങിച്ച് കഴിഞ്ഞ് വീട്ടിൽ പോയിട്ട്. ഓക്കെ, നമ്മൾ വീട്ടിൽ എത്തി. ഇനി നമ്മൾ ധ്യാനത്തിന് പോകണം. ഇനി ധ്യാനത്തിന് പോയിട്ട് വരാം. ഓക്കെ ഗൈസ്, ബൈ. ഓക്കെ ഗൈസ്, ഞാനൊരു 8 മണിയപ്പോൾ ധ്യാനത്തിന് പോയിട്ട് വന്ന്. കാരണം എനിക്ക് നാളെ സ്പോർട്സിന് പോകേണ്ട. അപ്പോൾ രാവിലെ നേരത്തെ എണീക്കുന്നുണ്ട്. അമ്മ പറഞ്ഞ് പോയിട്ട് ആഹാരം കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങണം. ഇനി അടുക്കളയിൽ പോയിട്ട് ചെറിയൊരു ജോലിയുണ്ട്, അതും കൂടെ ചെയ്യണം. ഇനി അതും കൂടെ ചെയ്തിട്ടേ ഉറങ്ങാൻ പറ്റുള്ളൂ, അല്ല വേറെ വഴിയൊന്നും ഇല്ല. ഇനി വേറെ ഒന്നും ഇല്ല ഗൈസ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ. അപ്പോൾ ഗൈസ്, ഞാൻ ധ്യാനത്തിന് പോയിട്ട് വന്നു. ഇപ്പോഴാണ് വന്നത്. ഒരു 8 മണിയൊക്കെ അടിച്ചപ്പോഴാണ് വന്നത്. അപ്പോൾ ഇത് വരാൻ കാരണം നേരത്തെ നിന്നും നാളെ സ്പോർട്സ് പോകാനുള്ളതാണ്. അപ്പോൾ 5:30 തന്നെ എഴുന്നേൽക്കണം. അതുകൊണ്ട് എഴുന്നേൽക്കാൻ പറ്റില്ലെന്ന് തന്നെ അമ്മ പറഞ്ഞു വിട്ടതാണ്. ഇനി ആഹാരം കഴിച്ചിട്ട് ചെറിയൊരു ജോലിയുണ്ട്. ഇനി ആഹാരം കഴിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ ഗൈസ്, ഞാൻ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഉറങ്ങണം. ഈ രാവിലത്തെ വീഡിയോ ഇനി നാളെ ആയിരിക്കും. ഈ വീഡിയോ ഇന്നിപ്പോൾ ഇടുമെന്നുള്ളത് പ്രതീക്ഷയില്ല, നാളെ തന്നെ ഇടും. ഗൈസ്, അപ്പോൾ ഇനി നാളെ സ്പോർട്സിനോട് വരിക. ഗുഡ് നൈറ്റ് ഗൈസ്.